അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ച പുരോഗമിക്കവേ ഇറാനെതിരെ ആക്രമണം നടത്തി US. 4 ഇറാനിയൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പുലർച്ചെ ബന്ദർ അബ്ബാസ് അടക്കം ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള തീരപ്രദേശങ്ങളിൽ മിസൈൽ ആക്രമണമുണ്ടായി. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത് എന്ന് US സൈന്യം പ്രതികരിച്ചു. ഹോർമുസിൽ മൈൻ സ്ഥാപിക്കുന്ന സ്പീഡ് ബോട്ടുകളെയും തകർത്തു. സമാധാന ചർച്ചയുടെ ഭാഗമായി പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ കാലിബാഹിന്റെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘം ഖത്തറിലെ ദോഹയിലെത്തിയതിനു പിന്നാലെയാണ് ആക്രമണം. അതേസമയം US-ന്റേത് വെടിനിർത്തൽ ലംഘനമാണെന്നും തിരിച്ചടിക്കുമെന്നും ഇറാൻ പ്രതികരിച്ചു. തങ്ങളുടെ വ്യോമപാത കടന്ന US-ന്റെ MQ-9 റീപ്പർ ഡ്രോൺ തകർത്തെന്നും F-35 ജെറ്റിനെ തുരത്തിയെന്നും ഇറാൻ അവകാശപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമോ എന്ന ആശങ്കയുണ്ട്. ഏപ്രിൽ 8-ന് നിലവിൽ വന്ന ഇറാൻ US വെടിനിർത്തൽ തുടരുകയാണെങ്കിലും ഏതു നിമിഷവും യുദ്ധം പുനരാരംഭിച്ചേക്കാമെന്നാണ് ഭീതി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടക്കാല കരാറിന്റെ ഭാഗമായി വിദേശ ബാങ്കുകളിൽ മരവിപ്പിക്കപ്പെട്ട $2,400 കോടി ആസ്തി വിട്ടു നൽകണമെന്ന് ഇറാൻ പറയുകയും ചെയ്തു. ഇതിന്റെ പകുതി കരാറിൽ ഒപ്പിട്ടാൽ ഉടൻ സ്വതന്ത്രമാക്കണമെന്നും ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നീട്ടിയിട്ടുമുണ്ട്. അതിനുള്ളിൽ ഹോർമുസ് തുറക്കാനും ആണവ വിഷയത്തിൽ ധാരണയിലെത്താനുമാണ് ഇടക്കാല കരാർ. അതേസമയം ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം US-ന് നൽകുകയോ നശിപ്പിക്കുകയോ ചെയ്യണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള എബ്രഹാം ഉടമ്പടി അംഗീകരിക്കില്ലെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അറിയിച്ചു. ഇറാൻ യുദ്ധം അവസാനിച്ചാൽ പാകിസ്ഥാനും സൗദിയും അടക്കമുള്ള അറബ് മുസ്ലിം രാജ്യങ്ങൾ എബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെക്കണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾക്കും സൈനിക ബോട്ടുകൾക്കും നേരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുമായാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് രംഗത്തെത്തിയത്. തങ്ങളുടെ സൈന്യത്തെ സംരക്ഷിക്കുന്നതിനായി നടത്തിയ ആത്മരക്ഷാർത്ഥമുള്ള ആക്രമണമെന്നാണ് US സെൻട്രൽ കമാൻഡ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഇറാനിയൻ മിസൈൽ കേന്ദ്രത്തിന് നേരെയും കടലിടുക്കിൽ മൈനുകൾ നിക്ഷേപിക്കാൻ ശ്രമിച്ച ഇറാന്റെ 2 സൈനിക ബോട്ടുകൾക്ക് നേരെയുമാണ് US ആക്രമണം ഉണ്ടായത് എന്നാണ് അമേരിക്കൻ വക്താക്കൾ അവകാശപ്പെടുന്നത്. ദക്ഷിണ ഇറാനിലെ ബന്ദർ അബ്ബാസ്, സിരിക് ജോസ് എന്നീ മേഖലകളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. US-ന്റെ ഈ നടപടി മേഖലയിൽ വലിയ തോതിലുള്ള പ്രകോപനത്തിന് കാരണമായിട്ടുണ്ടെന്ന് IRGC പ്രസ്താവനയിൽ പറഞ്ഞു. ഇതിന് കൃത്യമായ മറുപടി നൽകുമെന്നും ഇറാൻ വ്യക്തമാക്കി. അതേസമയം സംഘർഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടില്ല എന്നാണ് ഇറാന്റെ വാദം. കഴിഞ്ഞ ഒരു പകലും ഇരവും കൊണ്ട് എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെ 25ഓളം ചരക്ക് കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴി സുരക്ഷിതമായി കടന്നുപോയതായി IRGC അവകാശപ്പെട്ടു. എന്നിരുന്നാലും ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും സൈനിക നീക്കങ്ങൾ ശക്തമായത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. മേഖലയിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമായി ഇറാനും അമേരിക്കയും തമ്മിൽ പ്രാഥമിക ചർച്ചകളിൽ പുരോഗതി ദൃശ്യമായിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ വിപുലമായ ഒരു കരാറിലെത്താൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി എടുത്തേക്കാമെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചത്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൈനിക താവളങ്ങളെ സംരക്ഷിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഇനിമേൽ അമേരിക്കയ്ക്ക് കവചമായി നിലകൊള്ളില്ല എന്ന കടുത്ത മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി വീണ്ടും രംഗത്തെത്തിയിട്ടുമുണ്ട്. പവിത്രമായ ഈദ് അൽ അദ്ഹ സന്ദേശത്തിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ മാറിവരുന്ന രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങളെ മുൻനിർത്തി മുജ്തബ ഖമേനി ഇറാന്റെ ശക്തമായ നിലപാട് വ്യക്തമാക്കിയത്. വൻ ശക്തിയായ അമേരിക്കയുടെ സ്വാധീനം ഗൾഫ് രാജ്യങ്ങളിൽ അതിവേഗം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും മേഖലയിലെ താവളങ്ങൾ ഇറാന്റെ സൈനിക ലക്ഷ്യങ്ങൾക്കുള്ളിലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.